ഇതിനു മുമ്പ് ഇപ്പൊ കല്യാണം വീട്ടുകാർ കല്യാണം നിശ്ചയിക്കുന്നു, പെണ്ണ് കാണാൻ അങ്ങനെയുള്ള കുറെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് കല്യാണത്തിലേക്ക് എത്തുന്നത്. ഈ സമയങ്ങളിൽ ഒന്നും എനിക്ക് ഈ കല്യാണം വേണ്ട, എനിക്കൊരു കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് കാണല് ഞങ്ങളുടെ കല്യാണത്തിന് അങ്ങനെ പെണ്ണ് കാണലായിട്ടൊരു കല്യാണം ഉണ്ടായിട്ടില്ല. ഞാൻ ദുബായിലായിരുന്നു, ഫോട്ടോ കണ്ട് അവിടെ കൊണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിലേക്ക് വരുന്നു, കല്യാണത്തിന് നിക്കാഹിന്റെ ഒരു 5-6 ദിവസം മുമ്പ് ഒന്ന് ജസ്റ്റ് അവരുടെ വീട്ടിൽ പോകുന്നു, ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ. പെണ്ണ് കാണൽ ചടങ്ങായിട്ട് വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാൻ കല്യാണം വരുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. കാരണം ഞാൻ കല്യാണത്തിന് ഞാൻ ആളുകളെ പോലെ അഭിനയിക്കണമല്ലോ. ഉള്ളിൽ പെൺ സ്ത്രീ ആണെങ്കിൽ പോലും അഭിനയിച്ച് നിൽക്കണമല്ലോ ആളുടെ മുമ്പിൽ. അപ്പൊ ഞാൻ ഇനി ഫോട്ടോഗ്രാഫർ എന്നെ അറിയുന്ന ആളുകൾ അവരോട് ഞാൻ പറയും, എടുക്കുന്ന പോസൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതാക്കണേ, ആൽബം വരുമ്പോൾ ആളുകളെ പോലെ തന്നെ വേറെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ്. ഭയങ്കര എന്റെ ലൈഫ് ഒരു വലിയ സ്റ്റോറിയാണ് പറഞ്ഞ ജീവിതത്തിൽ. അത്രയും അങ്ങനെയൊക്കെയാണ് ഞാൻ കല്യാണത്തിൽ. എന്റെ കല്യാണം ഓൾറെഡി ഉപ്പാക്ക് വയ്യ, ഉപ്പാക്ക് ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. അങ്ങനെ ഉപ്പാന്റെ ഒരു നിർബന്ധ ഇതൊക്കെയാണ് വെച്ചിട്ടാണ് പെട്ടെന്ന് കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ എല്ലാവരും പറഞ്ഞു കല്യാണം കഴിഞ്ഞതൊക്കെ മാറും, ഒരു പെണ്ണ് കല്യാണം കഴിച്ചതും കല്യാണം കഴിഞ്ഞാൽ ഇത് മാറും എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് കല്യാണത്തിലേക്ക് വന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ലൈഫ്. പിന്നെ ഞാൻ കാരണം നമ്മുടെ സ്വന്തം റൂമിലേക്ക് പോകാൻ തന്നെ നമുക്കൊരു മടി, കല്യാണം എൻ്റെ വീട്ടില്, കാരണം ആ കുട്ടീനെ എങ്ങനെ ഫേസ് ചെയ്യും, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ആ കുട്ടിയോട് എങ്ങനെ ഈ കാര്യം അവതരിപ്പിച്ചത്? ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു. ഞാൻ ഇങ്ങനെ, പിന്നെ അവൾക്കും ഓൾറെഡി വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അങ്ങനെ ഇതിന്റെ തോന്നൽ മാത്രമാണേ. അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു, അപ്പൊ അവള് ഓക്കെ ആയിരുന്നു. അങ്ങനെ മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡിൽ പോവുകയായിരുന്നു. ജാസി എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി ജാസി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ജാസി ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അവരുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അവരെ പറ്റി അറിയുന്നതാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഇടയിലുണ്ടായി അവർ പുതുതായിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ നടന്ന കാര്യങ്ങൾ, അവരുടെ ജീവിതത്തെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടൊരു ഇൻ്റർവ്യൂ. സോ ആ ഇൻ്റർവ്യൂവിലുണ്ടൊരു ആങ്കർ ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, താങ്കളുണ്ടെങ്കിൽ ഇങ്ങനെ ആവുന്നതിന് മുമ്പ് തന്നെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ആ വിവാഹം കഴിച്ചാൽ മറ്റേ പെൺകുട്ടിയുടെ ഒരു ജീവിതം വലിയ നശിപ്പിച്ചെന്നുള്ളൊരു കാര്യം ആങ്കർ ഉണ്ടെങ്കിൽ ഈ ജാസി അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാസി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അധികം വെളിയിൽ പറയാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന ഒരു പേടിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ കല്യാണം നടത്താമെന്നുള്ളൊരു തീരുമാനം വീട്ടിൽ എടുക്കുന്നു. അങ്ങനെ ഒരുപാട് പേര് ആ സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു മാരേജ് കഴിഞ്ഞ് ഇതൊക്കെ ശരിയാവും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ പൊതുവായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. എന്തെങ്കിലും നമുക്കെന്തെങ്കിലും പ്രശ്നം അങ്ങനത്തുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ പോലും ആൾക്കാർ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നുള്ളൊരു കാര്യം എല്ലായിടത്തും പറയുന്നതാണ്. സോ അതുപോലെ തന്നെയാണ് ജാസി അടുത്തും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ തൻ്റെ വീട്ടുകാരടുത്തുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കാനോ അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൻ്റെ കല്യാണം ഉറപ്പിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ഒക്കെ. സോ മാക്സിമം ഉണ്ടെങ്കിൽ വീട്ടുകാരിൽ നിന്ന് ഇത് മറച്ചു വെക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ തനിക്ക് എങ്ങനെയായിരുന്നാലും ശരി മറ്റേ രീതിയിലോട്ട് പോകണമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ തൻ്റെ ഭാര്യയെടുത്ത് ആ സമയത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ആ പെൺകുട്ടിക്ക് അപ്പോൾ ഭയങ്കരമായിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാം സമ്മതിക്കും. അതോടെ തന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പഠിപ്പൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം പിരിയാന്നുള്ള രീതിയിലാണ് അവർ തീരുമാനം എടുത്തത്. അങ്ങനെ അവർ പിരിയുകയും ചെയ്തതെന്നാണ് ജാസി ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഞാൻ ആരുടെ ജീവിതം അങ്ങനെയൊന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ആ പെൺകുട്ടി ഇപ്പോൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. സോ ആരെയും ജീവിതം നശിപ്പിക്കാതാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നതെന്നാണ് ജാസി ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്.